നമസ്കാരം. അതുകാലമാണ് ഈ 2020 ആരംഭിച്ച കോവിഡ് ഒരു മഹാമാരി, അതായത് ഒരു വലിയ പ്രശ്നം തന്നെയായിരുന്നു അല്ലേ? ഇപ്പോഴും തുടരുകയാണ് അതിൻ്റെ ആക്രമണങ്ങൾ. ശരിക്കും പറഞ്ഞാൽ എത്ര ബിസിനസ് സംരംഭങ്ങൾ, എത്ര പേരുടെ പ്രതീക്ഷകളൊക്കെയാണ് പൊലിഞ്ഞു പോയത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 2 പേരെ കുറിച്ച് പറയാനാണ്. ഒരു ബാലകൃഷ്ണൻ, അഖിൽ വിഷ്ണു. 2 പേരും MBA ഗ്രാജുവേറ്റ്സ് ആണ്. അവരുടെ കൊച്ചിലെ മുതലുള്ള, അതായത് എന്നെയൊക്കെ പോലെ തന്നെ കൊച്ചിലെ മുതൽ SD ബൈക്കും കാര്യങ്ങളും റേസും ഒക്കെ ആയിരുന്നു എൻ്റെ ഒരു ക്രേസ്. അതുപോലെ അവർക്കും കൊച്ചിലെ മുതലേ കാറും ബൈക്കും ഒക്കെ തന്നെയായിരുന്നു ക്രേസ്. അതവരെ എവിടെയാണ് കൊണ്ടെത്തിച്ചത്? എൻ്റെ അച്ഛൻ പറയും, നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തന്നെ നമ്മൾ ചിന്തിക്കണം, അത് നടക്കും. അവരങ്ങനെ ഒരു കാർ റെസ്റ്റോറേഷൻ വർക്ക്ഷോപ്പ് ആരംഭിച്ചു. ഈ ബാലകൃഷ്ണനും അഖിൽ വിഷ്ണുവും ഏപ്രിൽ 19 കാർ റെസ്റ്റോറേഷൻ്റെ ആ ഒരു വർക്ക്ഷോപ്പ് എറണാകുളത്ത് സൗത്ത് ബ്രിഡ്ജിന് താഴെ ആരംഭിച്ചത്. നമുക്ക് ആ വർക്ക്ഷോപ്പിൻ്റെ ഉദ്ഘാടന ദിനത്തിൽ അവിടേക്കൊന്ന് കടന്നു ചെല്ലാം.
അങ്ങനെ ഉദ്ഘാടനം കഴിഞ്ഞു. കഷ്ടകാലം എന്ന് പറയട്ടെ, അതിനൊരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ കോവിഡിൻ്റെ 2ാം വരവ് നമ്മളെ ആകെ പിടിച്ചുലച്ചുകൊണ്ട് കൊച്ചിയിൽ ഉൾപ്പെടെ ലോക്ക്ഡൗണും സമ്പൂർണ്ണ ലോക്ക്ഡൗണും എല്ലാം തന്നെയുമായി ആക്രമിച്ച് കടന്നു വന്നു. അതോടെ വർക്ക്ഷോപ്പ് പൂട്ടി. കരുതലുകൾ തുടർന്നുകൊണ്ട് തന്നെ നമ്മുടെ സർക്കാർ നിയന്ത്രണങ്ങൾ അല്പം ശക്തി കുറച്ചു. അതോടെ വർക്ക്ഷോപ്പ് വീണ്ടും ചെറിയ രീതിയിൽ തുറന്നു. ഇപ്പോൾ നമുക്ക് ആ വർക്ക്ഷോപ്പിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. അതായത് ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ അല്പം കാഠിന്യം കുറച്ച ഈ ജൂൺ 17 ശേഷം നിങ്ങളെല്ലാവരും തന്നെ പ്രോത്സാഹിപ്പിക്കണം. ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ തറവാട് വകയോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാൻഡ് ഫാദറിൻ്റെയോ അങ്ങനെ ഏതെങ്കിലും ഒരു പഴയ കാർ പൊടി പിടിച്ച് പുല്ലൊക്കെ പടർന്ന് നിങ്ങളുടെ വീടിൻ്റെ പറമ്പിൽ എവിടെയെങ്കിലും കിടപ്പുണ്ടാവും. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരെ സമീപിക്കാം. അത് റെസ്റ്റോർ ചെയ്ത് ഇവർ നല്ല പുത്തനാക്കി അതിനകത്തുള്ള യന്ത്രങ്ങളെല്ലാം തന്നെയും പുതിയതാക്കി ലുക്കും മാറ്റി നിങ്ങൾക്ക് തിരികെ തരും. അതുപോലെ തന്നെ നിങ്ങൾക്കത് കൊടുക്കാനാണ് താല്പര്യം, നിങ്ങൾക്കതൊന്നും ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഇവരത് മേടിച്ച് അത് ഇഷ്ടമുള്ള ആർക്കെങ്കിലും കൊടുക്കുകയോ അവർ തന്നെ സൂക്ഷിക്കുകയോ ചെയ്യും. ഇനി നിങ്ങൾക്ക് ഒരു ആൻറ്റിക് കാർ അല്ലെങ്കിൽ ഒരു ബൈക്ക് വേണം, സ്വന്തമാക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇവരെ സമീപിച്ചു കഴിഞ്ഞാൽ ഇവരത് നിങ്ങൾക്ക് സംഘടിച്ചു തരും. അങ്ങനെ ഈ കാർ ബൈക്ക് ക്രേസ് ഉള്ള ആൾക്കാർ ഇത് കാണുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇവരെ സമീപിക്കാം. ബാലകൃഷ്ണൻ്റെയും അഖിൽ വിഷ്ണുവിൻ്റെയും മൊബൈൽ നമ്പർ, കോൺടാക്ട് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അവരുടെ ഇൻസ്റ്റാഗ്രാം അഡ്രസ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെയും അവരെ തീർത്തു തരുന്നതാണ്. കൺക്ലൂഡിംഗ് ആയി ഒരു ചെറിയ കാര്യം പറയട്ടെ. ഈ ബാലകൃഷ്ണനും അഖിൽ വിഷ്ണുവും എൻ്റെ മക്കൾ തന്നെയാണ്. സോ അതുകാലം സൈനിങ് ഓഫ്. കാണാം.